അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിശ്വാസി സമൂഹം വിളിച്ചു വരുത്തിയ വിശുദ്ധ റമളാൻ വിട പറയുകയാണ്. വിശേഷപ്പെട്ട ഏതാനും ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. ഒരുപക്ഷെ കഴിഞ്ഞുപോയതിനേക്കാൾ എത്രയോ കൂടുതൽ വിലപ്പെട്ടതാകും ഇനി നമുക്ക് അവശേഷിക്കുന്നത്, ഇനി വരാനുള്ളത്. 27-ാം രാവ് പൊതുവെ എല്ലായിടത്തും വളരെ സജീവമാകും. കാരണം അന്ന് ലൈലത്തുൽ ഖദറിന് ഏറെ സാധ്യതയുണ്ടല്ലോ. പഴയകാലം മുതലേ 27-ാം രാവ് പള്ളികൾ നിറഞ്ഞു കവിയും. ആരാധനകളിലും പ്രാർത്ഥനകളിലും പുണ്യപ്രവർത്തനങ്ങളിലും ജനം ജാഗ്രത കാണിക്കും. ഇസ്തിഗ്ഫാറിലും തൗബയിലും എഴുത്തിക്കാഫിലും വിശ്വാസികൾ വ്യാപൃതരാകും. ശരിക്കും പറഞ്ഞാൽ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു ചേരുന്ന ഒരനുഗ്രഹീത രാത്രിയാണ് ലൈലത്തുൽ ഖദർ. വലിയ വലിയ ആത്മീയ മജ്ലിസുകൾ സംഘടിപ്പിച്ചും ഒറ്റക്ക് ഉറക്കമൊഴിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചും ആബാലവൃദ്ധം ആളുകളും ആ രാത്രിയെ പരമാവധി സജീവമാക്കും. പല സ്ഥലങ്ങളിലും പുലരുവോളം ഇബാദത്തുകളിലായിരിക്കും ആളുകൾ. വിശുദ്ധ ഖുർആൻ അവതരിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദർ. മലക്കുകൾ ഇറങ്ങി മുഅ്മിനീങ്ങൾക്ക് സലാം പറയുന്ന രാത്രിയാണത്. മാലാഖമാർ മനുഷ്യർക്ക് പ്രത്യേക രക്ഷാപ്രവർത്തനം നടത്തുന്ന മഹത്തായ രാത്രി. മലക്കുകൾ ഓരോ സ്ത്രീ പുരുഷന്മാരെയും അവരുടെ ഇബാദത്തുകൾ വിലയിരുത്തും. നമുക്ക് വേണ്ടി അള്ളാഹുവോട് അവർ ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും. റമളാനിലെ നോമ്പും തറാവീഹും ഖുർആനോത്തും തൗബയും പ്രാർത്ഥനയും പ്രാർത്ഥനയുമായി ഇബാദത്തുകളിൽ മുഴുകിയ വിശ്വാസികളെക്കുറിച്ചുള്ള സന്തോഷവാർത്ത സ്വർഗലോകത്തെത്തും. അപ്പോൾ സ്വർഗം പ്രതികരിക്കുമത്രേ, യാ അല്ലാഹ്, അള്ളാഹുവേ, ഈ ആളുകളെ എത്രയും പെട്ടെന്ന് എന്നിലേക്ക് ആനയിക്കണമേ, എന്നിലേക്ക് ആനയിക്കുക. സ്വർഗത്തിൻ്റെ അഭിലാഷം, സ്വർഗത്തിൻ്റെ ആഗ്രഹം കേൾക്കുമ്പോൾ കോടാനകോടി മലക്കുകളും സിദ്റത്തുൽ മുൻതഹക്കരികിലുള്ള മറ്റുള്ളവരും ആവേശപൂർവം ആമീൻ പറയും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ഖദറിനെ, ലൈലത്തുൽ ഖദറിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് ഇത് നന്നായി പ്രതിപാദിക്കുന്നുണ്ട്. തനസ്സലുൽ മലായിക്കത്തു വറൂഹു എന്ന ഭാഗവും സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന പരാമർശവും വളരെയധികം വ്യാഖ്യാനിക്കപ്പെട്ടതും ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ടതുമാണ്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ സംഘം മലക്കുകൾ പച്ച പതാകയുമായി ഭൂമിയിലേക്കിറങ്ങും. പരിശുദ്ധ കഅബാലയത്തിൻ്റെ മുകളിൽ ആ പതാക വിന്യസിക്കും, ആ പതാക സ്ഥാപിക്കും. വിശ്വാസികൾക്ക് പ്രത്യേകം സുരക്ഷയൊരുക്കും. അതാണ് സലാം സലാം എന്ന് പറയുന്നത്. വെറും സലാം പറച്ചിൽ മാത്രമല്ല, മുഅ്മിനീങ്ങൾക്ക് മലക്കുകൾ സുരക്ഷയൊരുക്കും. അപകടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ അവർക്ക് സുരക്ഷയൊരുക്കും. വിശ്വാസികളെ മലക്കുകൾ കാരുണ്യത്തോടെ സ്പർശിക്കും. ഓരോ വിശ്വാസിയുടെയും ചാരത്തെത്തി, ഓരോ മുഅ്മിനിൻ്റെയും മുഅ്മിനത്തിൻ്റെയും ചാരത്തെത്തി മലക്കുകൾ പറയുമത്രേ, അസ്സലാമു അലൈക യാ മുഅ്മിൻ, അസ്സലാമു അലൈക്കി യാ മുഅ്മിൻ. ഓ വിശ്വാസിനി, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം, അള്ളാഹുവിൻ്റെ സുരക്ഷ, സമാധാനം നിനക്കുണ്ടാകട്ടെ. നിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുക തന്നെ ചെയ്യും. നിനക്ക് വേണ്ടി സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള വചനങ്ങൾ മാലാഖമാരിൽ നിന്ന് കേൾക്കുമ്പോൾ എന്തൊരനുഭൂതിയായിരിക്കും. നോമ്പെടുത്ത, തറാവീഹ് നിസ്കരിച്ച, ഖുർആനോത്തിൽ മുഴുകിയ
ദാനധർമ്മങ്ങളിൽ ഏർപ്പെട്ട പുണ്യപ്രവർത്തനങ്ങളിൽ സജീവമായ ഓരോ വിശ്വാസിനിക്കും ഉണ്ടാവുക. ലൈലത്തുൽ ഖദറിൽ പ്രഭാതം വരെ ഓരോ നിമിഷവും പൂർണ്ണമായി 1000 മാസത്തേക്കാൾ പുണ്യമേറിയത് തന്നെയാണ്. 1000 മാസമെന്ന് പറഞ്ഞാൽ 83.5 വർഷം ഏകദേശം വരും. ഒരു മനുഷ്യൻ്റെ പരമാവധി ആയുസ് ഒരു പക്ഷേ അത്രയായിരിക്കും, 80, 70, 60 ഒക്കെ. ഈ ആയുസ്സിൽ ചെയ്യുന്ന ആരാധന ഒറ്റ രാത്രി കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് ലഭ്യമാക്കുന്ന ഒരസുലഭ മുഹൂർത്തമല്ലേ ലൈലത്തുൽ ഖദർ? എന്തൊരാനുകൂല്യമാണിത്! അള്ളാഹു അവൻ്റെ അടിമകളായ നമുക്ക് വെച്ചു നീട്ടുന്ന ഈ ആനുകൂല്യം, ഈ ഓഫർ, മെഗാ ഓഫർ എന്തുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല? ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും മഹാന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ നന്നായി വിശദീകരിക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദറിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ജിബ്രീൽ അലൈഹിസ്സലാം ഓഹരി ചെയ്യും. ജീവിച്ചിരിപ്പുള്ള എല്ലാ സത്യവിശ്വാസിക്കും അതിൻ്റെ വിഹിതം ലഭിച്ചാലും പിന്നെയും ബാക്കി വരും. അപ്പോൾ മലക്ക് ചോദിക്കും, അള്ളാഹുവേ, ഈ ബാക്കിയുള്ള കാരുണ്യം എന്തു ചെയ്യണം? അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിൽ നിന്ന് മരിച്ചുപോയവർക്കും നിശ്ചിത വിഹിതം നൽകൂ. അള്ളാഹുവിൻ്റെ കൽപ്പന അവർക്ക് നൽകി. പിന്നെയും കാരുണ്യം ബാക്കി വരുമ്പോൾ അതെന്തു ചെയ്യണമെന്ന് ജിബ്രീൽ ചോദിക്കും. അപ്പോഴും അള്ളാഹുവിൻ്റെ മറുപടി, അത് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അവിശ്വാസികൾക്ക് നൽകാം. ആ രാവിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അല്പമെങ്കിലും ലഭിച്ച അമുസ്ലിങ്ങളാണത്രേ പിന്നീട് സത്യവിശ്വാസികളായി മരണപ്പെടാനിടവരുന്ന സൗഭാഗ്യവാന്മാർ. തഫ്സീർ റൂഹുൽ മആനിയിൽ ഇത് വിശദീകരിച്ചതായി കാണാം. അതിശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിനെ ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരാണ് വലിയ ഭാഗ്യവാന്മാർ. അന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ചില മന്ത്രങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിങ്ങനെയാണ് പഠിപ്പിച്ചത്. നമുക്കൊക്കെ അറിയാം, അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് അഫ്വ് ചെയ്യണം, എനിക്ക് ആഫിയത്ത് നൽകണം. നീ കരുണാവാരിധിയാണ്, മാന്യനാണ്. വിനയാന്വിതനായ എനിക്ക് നീ എന്നോട് കരുണ കാണിക്കണം, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഇന്നക അഫുവൻ, അല്ലാഹുമ്മ ഇന്നക അഫുവൻ. നിൻ്റെ പ്രകൃതിയാണ് വിട്ടുവീഴ്ച ചെയ്യുക എന്നത്. നിനക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നത് വലിയ ഇഷ്ടവുമാണ്. അതുകൊണ്ട് പാപിയായ എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം. എനിക്ക് ആഫിയത്ത് നൽകണം. ദുനിയാവിലും ആഖിറത്തിലും ആഫിയത്തിനെ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ധാരാളമായി ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രികളിൽ നന്നായി കുളിച്ച് വൃത്തിയായി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് അംഗശുദ്ധി വരുത്തി വുളൂ ചെയ്ത് സുഗന്ധം പൂശി പള്ളിയിൽ കുറച്ചധികം സമയം പുരുഷന്മാർ ചിലവഴിച്ച്, സ്ത്രീകൾ വീടുകളിൽ ഈ രൂപത്തിൽ ഇബാദത്തുകളിൽ മുഴുകി ഖുർആനോദിയും ഫിക്റിലായും തസ്ബീഹ് നിസ്കരിച്ചും ദാനധർമ്മങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തും ഈ രാത്രിയെ നമുക്ക് സജീവമാക്കേണ്ടതുണ്ട്. മരിച്ചുപോയ ആളുകളെ സിയാറത്ത് ചെയ്യുന്നതും വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു മഹത്തായ ലൈലത്തുൽ ഖദറിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി പരിശുദ്ധ റമദാനിനെ യാത്രയാക്കാനും നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നാണ് ലൈലത്തുൽ ഖദർ എങ്കിൽ ആ ഖദറിൻ്റെ രാത്രിയെ ഞങ്ങൾക്കു നൽകണമേ നാഥ. കഴിഞ്ഞുപോയ ഏതെങ്കിലും രാത്രികളിലാണ് ലൈലത്തുൽ ഖദർ എങ്കിൽ അത് ലഭിച്ചവരിൽ ഞങ്ങളെ പരിഗണിക്കണമേ അല്ലാഹ്. വരാനിരിക്കുന്ന 29-ാം രാവ് ഒരു സാധ്യതയുണ്ട്.
അന്നാണ് ലൈലത്തുൽ ഖദറെങ്കിലും ആ രാത്രിയെയും ധന്യമാക്കാൻ, ലൈലത്തുൽ ഖദറിനെ പ്രാപിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ അല്ലാ. എല്ലാ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് ഗുണകരമായി സാക്ഷി നിൽക്കണമേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീം.